അയ്യോ, എന്തു ഏട്ടാ? സ്വർണ്ണവില കുതിച്ചുയർന്നു. അതായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. പവന് 98,400 രൂപ റെക്കോർഡ് വില. അതിനാ പറയുന്നത് സ്വർണം വാങ്ങി തരണമെന്ന്. എനിക്ക് വല്ല മാലയോ വളയോ വാങ്ങി തന്നിരുന്നെങ്കിൽ ഇപ്പൊ എത്ര രൂപ കിട്ടിയേനെ? ഓ പിന്നെ വാങ്ങി തന്ന പിന്നെ നിന്റെ സ്വന്തം അല്ലേ, പിന്നെ നീ അത് വിൽക്കാൻ തരുമോ? ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വാങ്ങാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അങ്ങോട്ട് തരാൻ പഠിച്ചിട്ടില്ല. ചുമ്മാതല്ല, അങ്ങോട്ട് തരുന്ന സ്നേഹം പോലും തിരിച്ചു തരാത്തത്. ഓടുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കും. അതല്ലടി, നീ പറഞ്ഞത് ശരിയാ. അന്ന് കൃഷി ചെയ്യാൻ വാഴവിത്ത് വാങ്ങുന്നതിന് പകരം സ്വർണ്ണം വാങ്ങിച്ചായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇന്നത് പ്രയോജനമായേനെ. അത് ശരിയാ ചേട്ടാ, മൊത്തം നഷ്ടമായില്ലേ. കുറെ കാലവർഷം കൊണ്ടുപോയി, കുറെ ആണെങ്കിൽ പന്നി കൊണ്ടുപോയി, ബാക്കിക്കാണെങ്കിൽ വിലയില്ല. അതൊക്കെ പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. പോയ ബുദ്ധി പിടിച്ചാ കിട്ടുവോ? വരനെ ആവശ്യമുണ്ട്. അതെന്തിനാ ഇപ്പൊ നോക്കുന്നത്? ഇനി പണ്ടൊക്കെ, അതായത് എന്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ഈ പേപ്പർ കിട്ടിയ ആദ്യം നോക്കുന്നത് സ്പോർട്സ് പേജ്, പിന്നെ നോക്കുന്നത് ചരമകോളം, പിന്നെ കല്യാണം കഴിക്കാറായി കഴിഞ്ഞപ്പോ നോക്കുന്നതാണ് ഈ പേജ്, വരനെ ആവശ്യമുണ്ട്. അതൊക്കെ ശരി, അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പല്ലേ. ഇപ്പൊ എന്തിനാ അതൊക്കെ നോക്കുന്നത്? തന്റെ അല്ലാത്ത കാരണത്താൽ വല്ലവരും നിൽപ്പുണ്ടോ നോക്കിയതാ. ഓ, അപ്പൊ വേറെ വേണമായിരിക്കും അല്ലയോ? ഇവിടെ ഇങ്ങനെ പിണങ്ങിപ്പോ അതിനോട് തമാശ പറയാൻ നോക്കത്തില്ല. പണ്ട് നിന്നെ കിട്ടുന്നതിന് മുമ്പ് എനിക്കൊരു പ്രപ്പോസൽ വന്നു. ഒരു പയ്യനെ വേണമെന്നും പറഞ്ഞ്. കാറ്, ബംഗ്ലാവ്, ഇഷ്ടം പോലെ സ്വത്ത് എല്ലാം ഉണ്ട്. അവർക്ക് പയ്യനെ മാത്രം മതി. പറ കേക്കട്ടെ. അവർക്കൊരൊറ്റ ഡിമാൻഡേ ഉള്ളായിരുന്നു, ചെറുക്കൻ അവരുടെ കൂടെ ചെന്ന് നിൽക്കണം. പിന്നെ ചെറുക്കൻ നല്ല ചുറുചുറുക്കുണ്ടായിരിക്കണം. ചുമ്മാതല്ല അവർക്ക് വേണ്ടെന്ന് പറഞ്ഞത്. എന്തുവാടി എന്റെ ചുറുചുറുക്കിനൊരു കുഴപ്പം? ഞാൻ ചുമ്മാ പറഞ്ഞാണേ. ഈടെയായിട്ടെ ചുറുചുറുക്കിപ്പിച്ചിട്ട് കൂടുന്നുണ്ട്. എന്നിട്ട് ബാക്കി പറ. ഞാൻ വേണ്ടെന്ന് വെച്ചു. അതൊന്നും ശരിയാകത്തില്ലെന്ന്. അങ്ങനെ പോകുന്നവരെ ഭാര്യയുടെ അടിപ്പാവട വരെ കഴിയണമെന്ന് എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു. അതൊക്കെ ഉള്ളതാ. ഇപ്പൊ ഓർക്കോ അതങ്ങാണം മതിയായിരുന്നെന്ന്. അതെന്താ? ഈ പാവാട കഴിയാലും ഇഷ്ടം പോലെ സ്വത്തല്ലായിരുന്നോ, ലാവിഷായിട്ട് ജീവിക്കാമായിരുന്നു. ഇപ്പോഴെന്താ? ഇപ്പൊ സ്വത്തുമില്ല, കാശുമില്ല, പാവാട കഴിവ് മാത്രം ബാക്കി. നിങ്ങൾ എപ്പോഴാ എന്റെ പാവാട കഴിയത്? വെറുതെ പറഞ്ഞതാ, കോംപ്രമൈസ്. വെറുതെ പറഞ്ഞതല്ലേ, ഒരു കോമഡി പറഞ്ഞതല്ലേ.